അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ രാഷ്ട്രപതിമാർ പലതരത്തിലുള്ള ലൈംഗികമായ വിവാദങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. അതതിൻ്റെ ചരിത്രത്തിൽ 1960കളിൽ ജോൺ എഫ് കെന്നഡി തൊട്ട് താഴോട്ട് ബിൽ ക്ലിൻ്റൺ, ജോ ബൈഡൻ, എന്തിനേറെ ഇപ്പോൾ നിയുക്ത പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് വരെ അവരുടെ ലൈംഗികമായ കഥകൾ പലപ്പോഴായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ മോസ്കോയിലെ ട്രംപ് ടവറിൽ 2013 സംഭവിച്ചത്, അതുമല്ലെങ്കിൽ ജോൺ എഫ് കെന്നഡീനെ എടുക്കുമ്പോൾ മെർലിൻ മോൺറോ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം എല്ലാവർക്കും അറിയപ്പെടുന്നതായിരുന്നു. മെർലിൻ മോൺറോ മാത്രമല്ല, അതുപോലെ വളരെയധികം വ്യക്തികൾ, സ്ത്രീകളുമായിട്ട് അദ്ദേഹത്തിന് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അത് പരസ്യമായ രഹസ്യമായിട്ടാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ വംശജയായ നിക്കി ഹേലിയും തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധത്തെക്കുറിച്ചാണ്. ഇത് സംഭവിക്കുന്നത് 2016 ഡൊണാൾഡ് ട്രംപ് എലക്ഷന് വിജയിച്ചതിന് ശേഷം പല വ്യക്തികളും സ്ഥാനമോഹികൾ മന്ത്രിമാരാകുന്നതിനും സെക്രട്ടറിമാരുടെ പദവികൾ ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ന്യൂയോർക്കിലെ 5th അവന്യൂവിലെ ട്രംപ് ടവറിന് മുമ്പിൽ കാത്തുകെട്ടി കിടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സ്ഥാനമോഹിയായിരുന്നു ഇന്ത്യൻ വംശജയായ നിക്കി ഹേലി. നിക്കി ഹേലി സൗത്ത് കരോലീന ഗവർണറായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ഈ സ്ത്രീ. ഇവർ പഞ്ചാബി ഒറിജിനാണ്. അന്നാളിൽ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്തയായിരുന്നു, നിക്കി ഹേലി ഡൊണാൾഡ് ട്രംപുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 വെച്ച് കിടക്ക പങ്കിട്ടു എന്നുള്ളത്. അത് നിക്കി ഹേലി ശക്തമായി അതിനെ നിഷേധിച്ചെങ്കിലും പല പത്രമാധ്യമങ്ങളും അതിനെ റിപ്പോർട്ട് ചെയ്യുകയും, എന്നാൽ അധികം അത് വഷളാകാത്ത രീതിയിൽ ആ വാർത്ത തണുത്തു പോകുകയുമാണ് ഉണ്ടായത്. അന്നാളിൽ അതിന് ഉപഹാരമായിട്ടാണ് നിക്കി ഹേലിയെ അമേരിക്കയുടെ UN സെക്രട്ടറി ആയിട്ട് ഡൊണാൾഡ് ട്രംപ് സ്ഥാനം കൊടുത്തത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ഒരു അധികാരത്തോടും അധികാര സ്ഥാനമാനങ്ങളോടും വളരെയധികം ആഗ്രഹവും അംബീഷനുമുള്ള ഒരു വ്യക്തിയാണ് നിക്കി ഹേലി. ഇതിലും മുമ്പ് 2010 അവര് സൗത്ത് കരോലീനയുടെ ഗവർണർ ആകുന്നതിന് വേണ്ടിയിട്ട് ഗവർണർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രൈമറി, ആ പാർട്ടിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് വേണം ഡെമോക്രാറ്റിലെ എതിരാളിയുമായിട്ട് ഏറ്റുമുട്ടുന്നതിന് വേണ്ടി. അപ്പം അതിൻ്റെ പ്രൈമറി ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ നിക്കി ഹേലിക്ക് വാഷിങ്ടൺ DC-യിലും ഒരു ലോബിയിസ്റ്റുമായിട്ടും പിന്നെ അതോടൊപ്പം തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ ഒരു മുതിർന്ന നേതാവുമായിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് പൊതുവെ പറഞ്ഞപ്പെട്ടിരുന്നു. ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ 2010 ഇലക്ഷന്, ഗവർണർ ഇലക്ഷന്, സൗത്ത് കരോലിന ഗവർണർ ഇലക്ഷന് തൊട്ട് മുമ്പ് സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് പുറത്തു കൊണ്ടുവന്നു, അത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ അതൊരു മോശമായ ഇതാണ്, അവരുടെ സ്വകാര്യമായ കാര്യങ്ങൾ പുറത്ത് പറയില്ലേ എന്നും പറഞ്ഞാൽ അന്ന് അതിനെ നിശബ്ദമാക്കുകയാണ് ഉണ്ടായത്. അതുപോലെ നിക്കി ഹേലിക്ക് വളരെ അധികം ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളുടെ കഥകൾ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. എന്നാൽ 2024 പ്രസിഡൻഷ്യൽ ഇലക്ഷന് നിക്കി ഹേലി റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ പ്രസിഡന്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും കോച്ച് ബ്രദേഴ്സ് പോലെയുള്ള അമേരിക്കയിലെ വൻകിട വ്യവസായികൾ പോലും അവരുടെ പോലും പിന്തുണ നിക്കി ഹേലിക്ക് നേടാൻ സാധിച്ചു. എന്നാൽ ഇതിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തന്നെ പ്രൈമറി ഇലക്ഷന് അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഒപ്പം തന്നെ ഇത്തവണ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ബന്ധം അത്ര ഊഷ്മളമല്ലാത്തതിനാൽ അവർക്ക് സ്ഥാനമാനങ്ങൾ ഒന്നും നൽകിയുമില്ല എന്നുള്ളത് വളരെയധികം അത്ഭുതകരമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ എയർഫോഴ്സ് 1 പോലെയുള്ളൊരു വിമാനത്തിനുള്ളിൽ, അത് ലോകത്തിൻ്റെ അധികാരിയുടെ ഔദ്യോഗിക യാത്രാ വിമാനമാണ്, അതിലുള്ളൊരു ബെഡ്റൂം ഉണ്ട്. ആ ബെഡ്റൂമിൽ നിക്കി ഹേലിയും
ഭൂമിയിൽ നിന്ന് 40,000 അടി മുകളിലെ ആകാശത്ത് വെച്ച് നിക്കി ഹെയ്ലിയും ഡൊണാൾഡ് ട്രംപും കിടക്ക പങ്കിട്ടു എന്നുള്ളതാണ് ഒരു നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന വളരെ അധികം കൗതുകമേറിയ ഒരു വാർത്ത. അപ്പോൾ ഇനി നിക്കി ഹെയ്ലിക്ക് എന്തൊക്കെയാണ് അടുത്ത രാഷ്ട്രീയമായിട്ടുള്ള ഭാവി? കാരണം അവർ ഇത്തരത്തിലുള്ള പ്രവൃത്തികളും ഒപ്പം തന്നെ അവരുടെ ഭരണത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ സൗത്ത് കരോലിന ഗവർണർ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ ചെയ്ത പല പ്രവൃത്തികളും തന്നെ വിവാദങ്ങളും വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ വംശജയായ നിക്കി ഹെയ്ലിക്ക് ഇനി എന്തൊക്കെയാണ് അവരുടെ രാഷ്ട്രീയ ഭാവി എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്.